ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് 4ാമത്തെ ചാപ്റ്റർ. 4ാമത്തെ ചാപ്റ്റർ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, ഗുണന സമവാക്യങ്ങൾ. ഓക്കെ, അതിൽ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ പടങ്ങൾ വരച്ച് ട്രയാങ്കിൾസിനെ കുറിച്ച്, പാരലൽ ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പാഠം. അതിൽ ഒരുപാട് ട്രയാങ്കിൾസും പാരലൽ ലൈൻസും, ട്രയാങ്കിൾസ് മീൻസ് പാരലൽ ലൈൻസും നോൺ പാരലൽ ലൈൻസും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഫോർമുലകളാണ്. നിങ്ങൾ എല്ലാ കാലത്തും ഓർത്തു വെച്ചിരിക്കേണ്ട കുറച്ച് ഐഡന്റിറ്റി സമവാക്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് സം, തുകകളുടെ ഗുണനം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യ തിയറി ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട് കണ്ടോ. There is a rectangle of side 26 centimeter of length, 5 centimeter of width. So what is the area? ഈ 26 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? 26 കൂടെ 5 അല്ലേ, 26 into 5. സോ വാട്ട് ഇറ്റ് വുഡ് ബി? എത്രയായിരിക്കും? 26 into 5 നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതി എന്ത് ചെയ്യാൻ പറ്റും? 130 കിട്ടും അല്ലേ, 130 കിട്ടും. 130 ആണ് ഇതിന്റെ ആൻസർ വരിക. സോ ഇതിനെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എങ്ങനെയാണല്ലേ, 26 into 5 then എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. 6 into 5 30, 0, 3 remainder, then 2 into 5 10, 10 plus 3 13. സോ 130, 130 ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക. സോ ഇതിന് നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താലോ. 26 നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്യുന്നു. 20 plus 6 26, 26നെ 20 plus 6 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ 5 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നീളത്തിനെയും സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഒരു നീളം 26 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊന്ന് മുറിക്കുന്നു. അതായത് ഇവിടെ ഇത്രയും 20 ഇങ്ങോട്ട് 6 ഗുണിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇത് 6 into 5 ഇത് 20 into 5 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു, 2 പാർട്ടാക്കുന്നു. എന്നിട്ട് അത് തമ്മിൽ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പോഴും പരപ്പളവ് എന്താണ്? അതായത് അപ്പോഴും ഏരിയ എന്താണ്? സെയിം. ഇവിടെ താഴെ തന്നിരിക്കുന്ന പോലെ 20 into 5 ആയിട്ടും 20 into 5 6 into 5 ആയിട്ട് എന്ത് ചെയ്യുന്നു? 2 ഏരിയ ആയിട്ട് എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2 റെക്ടാങ്കിൾസ് ചതുരങ്ങളായിട്ട് നമ്മൾ ഗുണിച്ചിട്ട് അതിന്റെ പരപ്പളവ് കൂട്ടുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു വലിയ ചതുരം അല്ലേ കിട്ടും. അപ്പോൾ 20 into 5 100ഉം 6 into 5 30. എത്ര? 130 കിട്ടി. ഒരു മാറ്റവും ഇല്ല അല്ലേ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 20 കൊണ്ട് ഈ 5നെ ഗുണിക്കുന്നു, പ്ലസ് 6 കൊണ്ട് 5നെ ഗുണിക്കുന്നു അല്ലെ. 20 into 5 20 into 5 100, 6 into 5 30, 100 plus 30 is 130 square centimeter. ഓക്കെ, സോ അതെങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ 20 into 5 ഫസ്റ്റ്, 20 into 5. ഓക്കെ, ദിസ് വൺ ആൻഡ് ദിസ് പ്ലസ് 6 into 5. ആക്ച്വലി ഈ പ്ലസ് എന്നല്ല, പ്ലസ് 6 into 5. സോ ഇറ്റ് ഇസ് പ്ലസ് 6 into 5. സോ വാട്ട് ഇസ് ദാറ്റ്? 100 plus 30, 130 നമുക്ക് കിട്ടും. സോ അത് ഈ ട്രയാങ്കിൾ. ഇനി കുറച്ചുകൂടി വലിയ ട്രയാങ്കിൾ എടുത്താലോ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദി റെക്ടാങ്കിൾ ഓഫ് സൈഡ് 26 centimeters and 15 centimeters. So this is 26 centimeter and this is 15 centimeter. അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കിയാൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? 26 into 15 ആണല്ലേ, 26 into 15 വരും. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പിരിച്ചൂടെ? 26 into 15 നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പിരിക്കാം. സോ ഇത് 26 അല്ലേ. സോ ഇത് നമ്മൾ 20യും 6ഉം ആയിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുന്നു. 20യും 6ഉം ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. അതുപോലെ ഈ നീളം എന്താണ്? 15 അല്ലേ. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 10ഉം 5ഉം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇത് 6 സെന്റിമീറ്റർ, ഇത് 20 സെന്റിമീറ്റർ. ഇതുവരെ എന്താണ്? ദിസ് ഇസ് 20 ആൻഡ് ദിസ് ഇസ് 6. അപ്പൊ 26 ആയില്ലേ, 26, 20ഉം 6 26 ആയി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇവിടെ 5, ബാക്കി ഇത്രയും 10. അപ്പൊ 10 5 15 ആയി. അപ്പൊ നമുക്കിവിടെ എന്ത് വരും? 4 ചതുരങ്ങൾ കിട്ടുന്നു. അപ്പൊ അതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 20ഉം ഇത് 10ഉം ആണ് അല്ലെ. 20ഉം 10ഉം എന്ത്? 20 into 10. അടുത്ത് ഇതെന്താണ്? 6ഉം 10ഉം ആണ്. 6 into 10. ഇതെന്താണ്? 6ഉം 5ഉം ആണ് അല്ലെ. ഇത് 6, ഇത് 5. 6 into 5
ഇതെന്താണ്? ഈ നീളം എത്രയാ? ഈ നീളം 20, ഈ വീതി 5. അപ്പൊ ഇങ്ങനെ 4 ചതുരങ്ങൾ നമുക്ക് കിട്ടി അല്ലേ? 4 ചതുരം, 4 റെക്ടാങ്കിൾ, 4 റെക്ടാങ്കിൾസ് കിട്ടി. 4 റെക്ടാങ്കിൾസിന്റെ ഏരിയ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ കിട്ടില്ലേ? കിട്ടും. അതാണ് ഈ ചെയ്തിരിക്കുന്നുണ്ടോ? 20 into 5, 6 into 5, 20 into 10, 6 into 10. മൾട്ടിപ്ലൈ എന്ത് കിട്ടും? കറസ്പോണ്ടിംഗ്ലി 100, 30, 60, 200. സോ ഇത് 4 ആഡ് ചെയ്യുന്നു. 200 plus 100, 300, 300 plus 60, 360, 360 plus 30, 390, 390. 390 എന്ന് നമുക്ക് കൂടെ കിട്ടും. കണ്ടോ? 390 ആയിട്ട് നമുക്ക് കിട്ടും. ഇതെങ്ങനെയാ ചെയ്തത്? നമുക്ക് ഇതിന് നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്തില്ലേ? ഇതിനെ ട്രയാങ്കിൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലേ? 20 plus 6, 10 into 5. അങ്ങനെ എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് എഴുതാം. 26 എന്ത് ചെയ്യാം? 26നെ 20 plus 6, 15നെ 10 plus 5. ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഇതിലെ ഓരോ നമ്പേഴ്സിനെ കൊണ്ടും ഇതിലെ ഓരോന്നിനും ഓരോ നമ്പേഴ്സിനെ ഗുണിച്ചിട്ട് എന്ത് ചെയ്യുക? കൂട്ടിയാൽ മാത്രം മതി. അതാ ചെയ്യുന്നത്. ഇങ്ങനെ പിരിച്ചെഴുതുന്നു. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പിരിച്ചെഴുതുവാണ്. 20 plus 6, 10 plus 5 ആയിട്ട് പിരിച്ചെഴുതിയിട്ട് നമ്മൾ ഇതിൽ ഓരോ നമ്പേഴ്സിനെ പരസ്പരം ഗുണിച്ചിട്ട് മൾട്ടിപ്ലൈ ആയിട്ട് ആഡ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ദെൻ ഈച്ച് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ അതിനെന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ അതെന്ത് ചെയ്യുന്നു? 20 കൊണ്ട് 10നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 20 into 10. നെക്സ്റ്റ് 20 into 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്ലസ് 20 into 5. നെക്സ്റ്റ് പ്ലസ് 6 into 10. അടുത്ത് 6 into 5. സോ നമ്പേഴ്സിനെ പരസ്പരം എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി മൾട്ടിപ്ലൈ ചെയ്തു. സോ ഈ പ്രോഡക്റ്റിനെ ആഡ് ചെയ്യുക. ഇത് നമുക്ക് ഈസിയാണ്, വേറെ ഒന്നും നോക്കണ്ട. 20 into 10, 200. 20 into 5, 100. 6 into 10, 60. 6 into 5, 30. അല്ലേ? 200, 100, 60, 30. സോ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 390. ശരിക്കും ഇത് എന്തിനാ തരുന്നത്? എന്തിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? മര്യാദയ്ക്ക് ഇങ്ങനെ ഗുണിച്ചാൽ പോരെ അല്ലേ? 26 into 15 ഇങ്ങനെ അങ്ങ് എഴുതി ഗുണിച്ചാൽ പോരെ അല്ലേ? ഈ ഒരു ഗുണിച്ച് നിങ്ങൾ സമയം കളയുന്നത് കുറയ്ക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനൊരു ഐഡിയ അവർ തന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൽ. ഈ ഒരു ഐഡന്റിറ്റി തന്നിരിക്കുന്നത്. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് എന്തായാലും എഴുതി ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലോ നമുക്കിങ്ങനെ മനസ്സിൽ ആലോചിച്ച് ചെയ്യാൻ പറ്റും. അതാണ് കാര്യം. മനക്കണക്കായിട്ട് ബൈ മൈൻഡ് കാൽക്കുലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം അല്ലേ? നിങ്ങൾ തന്നെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. 20 plus 6ഉം 10 plus 5ഉം 20 plus 6ഉം 10 plus 5ഉം തമ്മിൽ ഗുണിക്കണം. ഇത് ഓരോന്നും തമ്മിൽ ഗുണിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ ആലോചിക്കുക. 20 plus 6 ഉണ്ട്, 10 plus 5 ഉണ്ട്. അപ്പൊ 20ഉം 10ഉം ഗുണിക്കുമ്പോൾ 200 കിട്ടും അല്ലേ? 20 into 10, 200 കിട്ടും. ദെൻ 20 into 5, 100 കിട്ടും. 20 into 5, 100 കിട്ടും. അപ്പൊ 200ഉം 100ഉം 200 plus 100, 300. ഓക്കെ. നെക്സ്റ്റ് 6 ഉണ്ട്. 6 into 10, 60 അല്ലേ? 6 into 10, 60. അതായി. അതായത് ഈ കാണുന്നത് 6 into 10, 60. അപ്പോൾ 300 plus 60, 360. ദെൻ 6 into 5, 30. 30. 360, 30, 390. 390. സോ മനക്കണക്കിൽ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി നിങ്ങളെ കൊണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ എന്തുണ്ട്? ഈ ചാപ്റ്ററിന്റെ ഉദ്ദേശമാണ് കേട്ടോ. നിങ്ങൾ ശരിക്കും എന്താ? നിങ്ങൾ യൂഷ്വലി എഴുതി ചെയ്യുന്നില്ലേ? അതേ സ്റ്റെപ്പ് തന്നെയാണ്. അതേ സ്റ്റെപ്പ് നിങ്ങൾ ഈ എഴുതിയ 20 into 10, 20 into 5, 6 into 10, 6 into 5 ഒക്കെ നിങ്ങൾ എഴുതി ചെയ്യുമ്പോഴും കിട്ടും. ഇതല്ലേ നിങ്ങൾ എഴുതി ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലേ? 5നെ കൊണ്ട് എന്ത് ചെയ്യുക? ഈ 6നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0, 5 into 2, 10, അത് 30 കിട്ടും. 30 റിമൈൻഡർ 3 ഉണ്ട്. സോ നെക്സ്റ്റ് 10 plus 3, 13. അപ്പോൾ നിങ്ങൾ സാധാരണ എഴുതി ചെയ്യുന്ന അതേ പ്രൊസീജിയർ അല്ലേ? എഴുതി ചെയ്യുന്ന അതേ പ്രൊസീജിയർ. അതിൽ എന്ത് വരുന്നു? നമ്മളിവിടെ ചെയ്യുമ്പോൾ 6 into 5 നോക്കൂ. 6 into 5 ഇവിടെ വരില്ലേ? 6 into 5 ഈ സാധനം അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പിൽ 6 into 5 ഇത് കണ്ടോ? 6 into 5. അടുത്ത് 5 into 2. 5 into 2 നിങ്ങൾ ചെയ്യാൻ മീൻസ് ആ 26ൽ 20 കിടക്കുന്നത് 10ന്റെ പ്ലേസിലാണ്. 10ന്റെ പ്ലേസിലാണ് എന്ത് 2 കിടക്കുന്നത്, 2 കിടക്കുന്നത്. 6 കിടക്കുന്നത് 1ന്റെ പ്ലേസിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് 2 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 എന്നിവിടെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന അതേ രീതി തന്നെ മൈൻഡ് കാൽക്കുലേഷൻ വരുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ 5 into 2 എടുക്കുന്നതാണ് 5 into 20. ഓക്കെ, ആ പ്ലേസിന്റെ വാല്യൂ കൊടുത്തെടുക്കുക. ആ സ്ഥലത്തിന്റെ വാല്യൂ എന്താണ്, സ്ഥാനത്തിന്റെ വില എന്താണോ അത് കൊടുത്തത്. അപ്പൊ നമ്മൾ
അത് ഫോർ എക്സാമ്പിൾ 210. ഓക്കെ, 210. അപ്പോൾ അതിനെന്ത് പറയും? 2 ഹൺഡ്രഡ്സ് ഉണ്ട്. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 100ന്റെ പ്ലേസിൽ എന്തുണ്ട്? 2. അപ്പോൾ എന്താണ്? 200 ആണ്. ടെൻസിന്റെ പ്ലേസിൽ എന്താണ്? പത്തുകളുടെ സ്ഥാനത്ത് എന്താണ്? 1. അപ്പോൾ ഒരു 10 ഉണ്ട്. 1ന്റെ സ്ഥാനത്ത് എന്താണ്? 0. അപ്പോൾ എന്താണ്? 1കൾ 0 ആണ്. ഓക്കെ, വൺസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ആ ഒരു രീതിയിലാണ് ഇവിടെ 20 എന്ന് നടത്തിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ 10 എടുത്തത് 1 into 6. 1 into 6 പകരം ഈ 15ന്റെ സ്ഥാനത്ത് 5 വൺസിന്റെ പ്ലേസിലാണ്. 1കളുടെ സ്ഥാനത്താണ് 5 കിടക്കുന്നത്. 10ന്റെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 10കളുടെ സ്ഥാനത്ത് 1 കിടക്കുന്നത്. അപ്പോൾ അതിന്റെ എടുക്കണം? 10 ആയിട്ട് എടുക്കണം. 10ന്റെ സ്ഥാനത്ത് 2 ആയിരുന്നെങ്കിൽ അതിന് 20 ആയിട്ട് എടുത്തേനെ. 3 ആയിരുന്നെങ്കിലോ 30 ആയിട്ട് എടുത്തേനെ. ആ പ്ലേസിൽ എന്താണ് നടക്കുന്നത്? ആ പ്ലേസ് അനുസരിച്ചുള്ള വാല്യൂ എടുത്താണ് ചെയ്യുന്നത് ഈ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ യൂഷ്വലി ചെയ്യുന്ന കാൽക്കുലേഷൻ തന്നെ നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇത് ഫ്രാക്ഷനിൽ ചെയ്യാനോ? ഫ്രാക്ഷനിൽ ചെയ്യാനാണെങ്കിൽ ഇതേ രീതി തന്നെയാണ്. 6.5 into 8 1/3. അപ്പോൾ ഇതെന്താണ്? ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. 6.5 എന്ന് പറഞ്ഞാൽ 6 plus half. ഇവിടെ 8 plus 1/3 ആണ്. സോ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ 6 into 8 മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 6 into 1/3 മൾട്ടിപ്ലൈ ചെയ്യുക. 1/2 into 8 മൾട്ടിപ്ലൈ ചെയ്യുക. 1/3 into 1/2 മൾട്ടിപ്ലൈ. 6 into 8 6 into 1/3 1/2 into 8 1/2 into 1/3. ഇനി നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ എളുപ്പമല്ലേ? അല്ലേ? പ്രോഡക്റ്റ് എളുപ്പമാണ്. ഇതിപ്പോൾ 2, ഇതിവിടെ 4, ഇതെന്നാ 1/6. സോ എന്ത് വന്നു? 48. 6 into 8 48. ഇവിടെ 2 into 1 2. ഇവിടെ 4 into 1 4. 1/6. അപ്പോൾ 54 1/6 കിട്ടും. സോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ടു മൾട്ടിപ്ലൈ സം ബൈ എ സം. അപ്പോൾ നമ്മളിത് മര്യാദ കിടന്ന എന്ത് സമ്മായിട്ട് എഴുതി അല്ലേ? 26 into 15 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ്, രണ്ട് നമ്പേഴ്സിന്റെ ഗുണനഫലം എടുക്കുന്നതിന് വരെ എന്ത് ചെയ്തു? ഈ രണ്ട് നമ്പേഴ്സിന് എന്താക്കുന്നു? സം ഓഫ് സം നമ്പേഴ്സ് ആക്കുന്നു. ആണ് സം ഓഫ് സം നമ്പേഴ്സ് ആക്കിയിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് വരം ആ രണ്ട് നമ്പേഴ്സിനെ സം ആക്കുന്നു. 20 plus 6 ആൻഡ് 10 plus 5. എന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. അതാണ് ഇതിന്റെ ഹെഡിങ്. എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് സം, തുകകളുടെ ഗുണനം. പ്രൊഡക്റ്റ് ഓഫ് സം എടുക്കുമ്പോൾ ഇൻ പ്രൊഡക്റ്റ് ഓഫ് സം, to multiply a sum by sum, we must multiply each number in first sum by some number by each number in the second sum and add all these product together. എന്താണ്? രണ്ട് സമ്മിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സമ്മിലെ ഓരോ നമ്പേഴ്സിനെയും, ഫസ്റ്റ് സമ്മിലെ ഓരോ നമ്പേഴ്സിനെയും സെക്കൻഡ് സമ്മിലെ ഓരോ നമ്പേഴ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ പ്രോഡക്റ്റ് കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ഓൾജിബ്ര ആയിട്ട് എഴുതുന്നുണ്ട്. ഓൾജിബ്ര ആയിട്ട് എഴുതാം. ഓൾജിബ്ര ആയിട്ട് എഴുതാൻ ചെയ്യുന്ന അതേ വഴി തന്നെയാണ്. എക്സ് പ്ലസ് എക്സ് കോമ വൈ കോമ യു കോമ വി ആണെന്ന് ഇതിന്റെ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ വന്ന നമ്പേഴ്സ് കേട്ടോ. സോ എക്സ് ഇൻറ്റു യു, എക്സ് ഇൻറ്റു വി ഉണ്ടോ? എക്സ് ഇൻറ്റു യു, then എക്സ് ഇൻറ്റു വി, വൈ ഇൻറ്റു യു, വൈ ഗുണം വി ഉണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൂട്ടിയാൽ മതി. സോ അതാണ് അതിൻ്റെ ഒരു ഫിഗറാണ്, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ദിസ് വൺ. അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എക്സ്, ഇത്ര എക്സ്, ഇത് വൈ, ഇത് യു, ഇത് വി. അപ്പോൾ ഇതെന്ത് വരും? എക്സ് യു അല്ലേ വരിക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈ ചതുരത്തിന്റെ. ഇവിടുത്തെ ലെങ്ത് എന്താ? വൈ. ഇവിടുത്തെ വീതി എന്താ? വീതി യു, വൈ യു. ഇവിടുത്തെ ലെങ്ത് എന്താ? വൈ അല്ലേ? ഇവിടുത്തെ വീതി എന്താ? വി, വൈ വി. ഇവിടുത്തെ ലെങ്ത് എന്താ? എക്സ്. ഇവിടുത്തെ വീതി എന്താ? വി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് സിംപ്ലിഫൈ ചെയ്ത് വീണ്ടും എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ 31 into 51. 31 into 51 ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെയാണ് കാൽക്കുലേഷൻ ചെയ്യുക അല്ലേ? 30 plus 1 50 plus 1. 30 into 50, 30 into 1, 1 into 50, 1 into 1 ഉണ്ടോ എഴുതിയിരിക്കുന്നത്? സോ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് ഓൾജിബ്ര ആയിട്ട് എഴുതിയാൽ എന്താണ്? സെയിം ആണ്. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു വൈ, വൈ, 1 ഇൻറ്റു 1 1. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന ഈ ഓരോ ഫോർമുലയും പഠിക്കരുത് എന്നാണ്. ഒരു ബേസിക് ഫോർമുല മാത്രം.
ഇത് മാത്രം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഇത് കണ്ടോ, ഈ ഒരു ഫോർമുല മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാതെ എല്ലാ ഫോർമുലയും പഠിക്കാൻ പോകണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ ഫോർമുലയും കാണാതെ പഠിച്ച് അത് ഓർത്തെടുക്കുന്നതിനേക്കാളും നല്ലത് അടിസ്ഥാനപരമായിട്ട് ഒരു ഫോർമുല ഉണ്ടാവും, ബേസിക്കലി ഒരു ഫോർമുല ഉണ്ടാവും. ആ ഒരു ഫോർമുല എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. ഈ ഒരു സമവാക്യം മനസ്സിലാക്കി വെച്ചേക്കുക, നമുക്ക് ഏത് കണക്കും ചെയ്യാൻ പറ്റും. എക്സിൻ്റെയും വൈയുടെയും പ്ലേസിൽ ഫ്രാക്ഷൻ വന്നാലും ശരി, സിംഗിൾ നമ്പേഴ്സ് 1 വന്നാലും ശരി, അതിന് പ്രത്യേകിച്ച് ഫോർമുല ഒന്നും പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഈ ഒരൊറ്റ ഫോർമുല മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതായത് ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഏത് നമ്പർ വന്നാലും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തൂടെ. നോക്കൂ, 21 × 71, 20 + 1 70 + 1 എന്ത് ചെയ്യുന്നു, 20 + 1 70 + 1 20 × 70 കണ്ടോ, 20 × 1 20, 1 × 70 70, 1 × 1 1. അപ്പോൾ 20 × 70 ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് 1400 കിട്ടും നമുക്കറിയാം അല്ലേ. 20 × 70 1400 കിട്ടും. then 20 × 1 20, 1 × 70 70. so 1400 + 20 + 70 എത്ര കിട്ടും, 1900. then 1 × 1 1901, സോറി 1400 1490 1490 and 1 എന്ന് പറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 81 91 സ്പ്ലിറ്റ് ചെയ്യുക, 80 + 1 എന്നിട്ട് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക. സോ എന്ത് ചെയ്യണം, 80 × 90 890 സാർ 72, പിന്നെ 2 0 അല്ലേ, 72 2 0, അപ്പോൾ 7200 കിട്ടും. then 1 × 80 80 7280, 1 × 90 7280യുടെ കൂടെ 90 കൂടെ ചേർത്ത് എന്ത് വരും, 370 വരും അല്ലേ, 370 വരും, 370 വരും. അപ്പോൾ 7370 7370. then 1 × 1 1, അപ്പോൾ 7371 7370 and 1. സോ അതുപോലെ 200 × 1 400 201 × 401, അവിടെ എന്ത് ചെയ്യും, 200 + 1 400 + 1. അപ്പോൾ 200 and 400 2 × 4 8 8ഉം 2 0യും വരും അല്ലേ, 8ഉം 2 0യും. അപ്പോൾ എന്ത് വരും, 80,000 വരും, 80,000. ഓക്കെ, then 201 200, പിന്നെ അതെന്താണ് 400. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. 1 വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, 200 × 400 അതെന്ത് വരും, 80,000. പിന്നെ 200 400 കൂടെ ആഡ് ചെയ്യുക, 600, 80,600. 1 × 1 1, അപ്പോൾ 80,600 and 1. അത് തന്നെയാണ് എവിടെയും വരുന്നത്. 80 × 90 എന്താണ്, 7,200. പിന്നെ 80 + 90 170, 7,200 200 + 100 and 70 170 കൂടെ കൂട്ടുക, എന്താണ്, പിന്നെ ഒന്നുകൂടെ 1 × 1 1. അപ്പോൾ ഈ ആൻസർ കിട്ടും. അതേപോലെയാണ് എന്ത് ചെയ്യുക, ഇതെല്ലാം ഫ്രാക്ഷൻ വന്നാലും എന്ത് വന്നാലും ഞാൻ പറഞ്ഞ ബേസിക് ഫോർമുല മാത്രം എന്ത് ചെയ്താൽ ഓർത്ത് വെച്ചിരുന്നാൽ മതിയാവും, എല്ലാ ഫോർമുലയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഓക്കെ, സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിലെ കണക്കുകൾ. ഫ്രാക്ഷൻ വന്നാലും അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ 1/2 എന്ന് പറഞ്ഞാൽ x × y, then x × 1/2 x × 1/2 1/2 × y 1/2 × 1/2 that is 1/4. ഓക്കെ, ഈ ഫോർമുല തന്നെ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് ഈ ഫോർമുല പഠിച്ചു വെച്ചിരിക്കും. അല്ലാത്തവർക്ക് നമ്മൾ നേരത്തെ x + y × u + v ഫോമില്ലേ, അതേ ഫോം തന്നെയാണ്. നമ്മൾ ആ ഫോമിൽ പരസ്പരം ഓരോന്നിനെയും പരസ്പരം ഗുണിക്കണം എന്നുള്ള കാര്യം മാത്രം, ഗുണിച്ചിട്ട് കൂട്ടുക എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഇതും ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതും ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. ഇത് കോമൺ ആയിട്ടുള്ള നമ്പർ വന്നാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് തരാം. കോമൺ ആയിട്ട് നമ്മൾ നേരത്തെ എഴുതിയ എന്താണ്, x + y × u + v എടുത്തപ്പോൾ എന്ത് വന്നു, xu + xv + yu + yv ആയിരുന്നു നേരത്തെ കിട്ടിയത്. ഇതൊന്ന് സിംപ്ലിഫൈ വേണമെങ്കിൽ ചെയ്യാം. x + y × u + y. ഓക്കെ, u + y ഇതിപ്പോൾ എളുപ്പമാണ്. ഇതിങ്ങനെ ചെയ്താൽ മതി, xu + y പൊതുവെ കോമൺ അല്ലേ, സോ കോമൺ ആയിട്ടുള്ള y എടുത്തിട്ട് x + u + y², ഇത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക,
ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സിന് ആഡ് ചെയ്തിട്ട് സെയിം ആയിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ സെയിം ആയിട്ടുള്ള നമ്പറിൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് 3 കൂടെ ആഡ് ചെയ്യുക. ഇങ്ങനെ പഠിച്ച് കൺഫ്യൂഷൻ നോക്കണ്ട കേട്ടോ. ഈ ഒരു രീതി പഠിച്ച് വെച്ചാൽ മാത്രം മതി. ഇതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള. ഒരുപാട് ഫോർമുല പഠിക്കുന്ന ആൾ ഈ ഒരു രീതി പഠിച്ച് വയ്ക്കുക, നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടാവുന്ന മെൻ്റലി കാൽക്കുലേറ്റ് വെച്ച് കേട്ടോ. മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.